പക്ഷിമൃഗാദികളൊക്കെ ദൈവമാണ് അവരുടെ ക്രിയേറ്റർ എന്നുള്ളത് ഓർത്ത് ദൈവവുമായിട്ട് ഒരു നിരന്തര സംസർഗം നടത്തുന്നില്ല. പക്ഷേ നമ്മളങ്ങനല്ല. ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പറയാണ്, ഓ, എൻ്റെ സൃഷ്ടാവായ ദൈവം എന്തിനാ എന്നെ സൃഷ്ടിച്ചത്? ദൈവത്തിനെന്തോ ലക്ഷ്യമുണ്ട്, ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരിഷ്ടമുണ്ട്. സൃഷ്ടാവാണെന്നറിയുമ്പോൾ തന്നെ നമ്മൾ റിലേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. വി ആർ എൻറ്ററിങ് ഇൻ ടു എ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിലേക്ക് വരാതെ മാറി നിൽക്കുന്ന ഒരു യേശുവിനെ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സൃഷ്ടാവ് എന്ന നിലയിൽ ഞാൻ ദൈവവുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞാനൊരു പാപിയാണ്, എനിക്ക് ഒരു രക്ഷകൻ ആവശ്യമുണ്ട്. അപ്പൊ എന്താ? റിലേഷൻ വർദ്ധിക്കുകയാണ്. സൃഷ്ടാവ് എന്ന നിലയിൽ നിന്ന് വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിലേക്ക് വരികയാണ്. ആദ്യം അവൻ എന്നെ സൃഷ്ടിച്ചു, പക്ഷെ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവൻ എന്നെ പുതിയ സൃഷ്ടിയാക്കുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് ലെവൽ ഓഫ് ക്രിയേഷനാണ് നടക്കുന്നത്, അല്ലേ? വീണ്ടും ജനനം. അവിടെ യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. എന്നെ എൻ്റെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്തവനായ യേശു. അപ്പൊ എൻ്റെ സൃഷ്ടാവിന് തന്നെ എന്നെക്കുറിച്ച് ലക്ഷ്യമുണ്ട്. പക്ഷെ അവൻ വീണ്ടെടുപ്പുകാരനാണെന്ന് പറയുമ്പോൾ ഞാൻ പറയാണ്, എന്നെ വീണ്ടെടുത്തതിന് യേശുവിന് ചില ലക്ഷ്യങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. വെറുതെ അവൻ വീണ്ടെടുത്തതല്ല, എന്നെക്കുറിച്ച് അവൻ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദൈവത്തെ നമ്മുടെ സൃഷ്ടാവായി മനസ്സിലാക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അവൻ വീണ്ടെടുപ്പുകാരനാണെന്നറിയുമ്പോൾ അതിനപ്പുറത്ത് എന്നെ വീണ്ടെടുത്തത് എന്തിനു വേണ്ടിയാണ്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, കർത്താവിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് എനിക്കറിയാൻ കഴിയും. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കണം. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ഇനി റിലേഷൻ പിന്നെയും വർദ്ധിക്കുകയാണ്. എന്നെ വീണ്ടെടുത്ത് കർത്താവ് വെറുതെ പറഞ്ഞു വിടുകയല്ല. പ്രത്യുത എന്നെ വീണ്ടെടുത്ത കർത്താവ് എൻ്റെ നാഥനായി, ഹീ ഈസ് മൈ മാസ്റ്റർ, എൻ്റെ കർത്താവായി. അതാണല്ലോ, യേശുവിനെ കർത്താവായിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കർത്താവ് ആരാണ്? കർത്തൃത്വം നടത്തുന്നവനാണ് കർത്താവ്. കർത്തൃത്വം നടത്തുന്ന എൻ്റെ യജമാനനാണ് കർത്താവ്. യജമാനൻ എപ്പോഴും ദാസനെ കുറിച്ച് ചില ലക്ഷ്യങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ സൃഷ്ടാവ് എന്ന നിലയിൽ ബന്ധത്തിലേക്ക് പ്രവേശിച്ചു. വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. അവനെ കർത്താവെന്നറിയുമ്പോൾ അവൻ്റെ ഇഷ്ടം നിർവഹിക്കുവാൻ ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു എന്ന തിരിച്ചറിവിൽ എപ്പോഴും ഒരു ദാസൻ യജമാനൻ എന്താ പറയുന്നത് എന്ന് കേൾക്കാനുള്ള അഭിവാഞ്ചയോടെ കാത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ എൻ്റെ കർത്താവായ, യജമാനനായ കർത്താവായ യേശു എന്നോട് എന്ത് കൽപ്പിക്കുന്നുവെന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ എപ്പോഴും ആ കൽപ്പന കേൾക്കാൻ നോക്കിയിരിക്കുകയാ, അവൻ്റെ ഇഷ്ടമറിയാൻ. എന്നാൽ അവൻ എൻ്റെ നാഥൻ മാത്രമല്ല, അവൻ എൻ്റെ പിതാവും കൂടെയാണ്. യജമാനൻ പറയുന്നത് എന്താണെന്ന് കേട്ട് ചെയ്യുന്നവനാണ് ദാസൻ. പക്ഷേ അവൻ എൻ്റെ പിതാവാകുമ്പോൾ ഞാൻ അവൻ്റെ മകനാണ്. മകനാകുമ്പോൾ പിതാവ് നമ്മളോട് കൽപ്പിക്കും, അപ്പോൾ യജമാനനാണ്. പക്ഷെ മകനാകുമ്പോൾ അപ്പൻ്റെ ഇഷ്ടം അറിഞ്ഞു ചെയ്യുന്നവനാണ് മകൻ. ഞാൻ പറഞ്ഞല്ലോ, സൃഷ്ടാവ് എന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് അറിയുവാനായിട്ട്. വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ ആ ബന്ധം നമ്മൾ ദൃഢമാവുകയും നമ്മളും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, കാര്യം സൃഷ്ടാവ് ആദമിനെ ദൈവം സൃഷ്ടിച്ചു, പക്ഷേ ബന്ധം കുറച്ച് കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു, ബന്ധം നഷ്ടപ്പെട്ടു. എന്നാൽ അവൻ വീണ്ടെടുപ്പുകാരനാകുമ്പോൾ, പാപിയായപ്പോൾ ബന്ധമില്ലായിരുന്നു, പക്ഷെ വീണ്ടെടുപ്പുകാരനായപ്പോൾ വീണ്ടും ആ ബന്ധത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ വീണ്ടും ബന്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അടുത്തതെന്താ സംഭവിക്കുന്നത്? വീണ്ടും അവിടുത്തെ കൽപ്പനകൾ കേൾക്കുവാൻ അവനെ കർത്താവായിട്ട് ഞാൻ സ്വീകരിക്കുകയാണ്, യജമാനനായിട്ട്. ഇപ്പൊ യജമാനൻ കൽപ്പിക്കുന്നത് ദാസൻ ചെയ്യുന്നു. എന്നാൽ അവനെൻ്റെ യജമാനൻ മാത്രമല്ല, അവനെൻ്റെ പിതാവാണ്. പിതാവാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ
പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ അറിയുകയാണ്, ഞാനത് തിരക്കുകയും അറിയുകയുമാണ്. ചിലപ്പോൾ കർത്താവ് പറഞ്ഞു തരും, പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ അറിയും, പറയുന്നുണ്ട്. നമ്മൾ അപ്പൻ മക്കളോട് ഇഷ്ടം പറയുന്നതിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 21 അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു ഉപമയായിട്ട് കർത്താവ് പറയുകയാണ്. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി. രണ്ടാമത്തവന്റെ അടുക്കൽ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? നോക്കുക, കൽപ്പന അനുസരിക്കുക മാത്രമല്ല, ഇഷ്ടം ചെയ്യുന്ന അവസ്ഥ. കൽപ്പന അനുസരിക്കണം, ഇഷ്ടം ചെയ്യുന്ന അവസ്ഥ. അവിടെ കർത്താവ് ചോദിക്കുകയാണ്, ഈ 2 പേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? നോക്ക്, മകനോട് ചെന്ന് കൽപ്പന പറയുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. നീ ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. ആദ്യം അവൻ പറഞ്ഞു, എന്നെ കൂടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആലോചിച്ചു, ആരാ വന്ന് പറഞ്ഞത്? എൻ്റെ അപ്പനല്ലേ, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ഞാനല്ലേ ചെയ്യേണ്ടത്? അവൻ എന്ത് ചെയ്തു? അവൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞിട്ടും അപ്പൻ്റെ ഇഷ്ടം പോയി ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ അനുസരിക്കണം. എന്നാൽ കൽപ്പന അനുസരിച്ചാൽ മാത്രം പോരാ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. അത് റിലേഷൻഷിപ്പിൽ നിന്നാ. ഈ ആദ്യത്തെ മകൻ ഞാൻ പോകത്തില്ലെന്ന് ഒന്ന് പറഞ്ഞെങ്കിലും പിന്നെയും പോയി ചെയ്യാൻ കാര്യം എന്താ? അവന്റെ ബന്ധമാണ്, അവന്റെ റിലേഷൻഷിപ്പ്. അവൻ പറയുകയാണ്, ആരാ വന്ന് പറഞ്ഞത്? എൻ്റെ അപ്പനല്ലേ. എൻ്റെ അപ്പൻ പറഞ്ഞാൽ അവന്റെ ഇഷ്ടം അതല്ലേ, അവന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതല്ലേ എൻ്റെ ലക്ഷ്യം. നോക്കുക, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക. അത് ചിലപ്പോൾ അവൻ പറഞ്ഞു തരും, ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ഇഷ്ടം അറിയണം. നമ്മൾ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പോലും നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ മത്തായിയുടെ സുവിശേഷം 6 അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അവിടെ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നിന്റെ ഇഷ്ടം. അപ്പൊ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് ഇഷ്ടം അറിയുന്നത്. മറ്റേത് കൽപ്പനയാണ്. കൽപ്പനയുണ്ട്, അവൻ യജമാനനായതുകൊണ്ട് കൽപ്പനയുണ്ട്. പക്ഷേ കൽപ്പന അനുസരിക്കുന്നതോടൊപ്പം കൽപ്പനയ്ക്കപ്പുറത്തെ ഇഷ്ടം ചെയ്യുന്നവനാണ് മകൻ. അങ്ങനെ ഇഷ്ടം ചെയ്യണമെങ്കിൽ അതാണ് പ്രാർത്ഥന പോലും. ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്താ? കർത്താവേ, അങ്ങയുടെ ഇഷ്ടം ഇല്ലേ, അവിടെ പറയുന്ന കാര്യം എന്നാണ്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, നിന്റെ ഇഷ്ടം എന്നിൽ നിർവഹിക്കണമേ. ഇഷ്ടമറിയുന്നത് ബന്ധത്തിൽ നിന്നാ. ഈ പ്രാർത്ഥന യജമാനനോടുള്ള പ്രാർത്ഥനയല്ല എന്ന് നമുക്കറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ മകനാണ്, ഞാൻ മകളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും മകനും മകളുമാണെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം. പക്ഷേ അതുപോരാ, അതിനപ്പുറത്ത് കൽപ്പനയേക്കാൾ ഉപരി അവൻ്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ അറിയണം. കൽപ്പനകൾ അനുസരിക്കുന്നത് തന്നെ ഇന്ന് ചുരുക്കമാണ്. പക്ഷെ കൽപ്പന അനുസരിച്ചാൽ നമ്മൾ പറയുന്നത് ഞാൻ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നു. അങ്ങനെയാണല്ലോ കർത്താവിൻ്റെ ഉപമയിലും പരീശൻ പറയുന്നത് എന്താണ്? ഞാൻ ആ അവൻ പറഞ്ഞത്, ഞാൻ കൽപ്പനകളെല്ലാം ചെറുപ്പം മുതൽ അനുസരിക്കുന്നുണ്ട്, ഞാൻ കൽപ്പനകളൊക്കെ അനുസരിക്കുന്നുണ്ട്. ചിലരുടെ പ്രശ്നം അതാ. പക്ഷെ ഈ കൽപ്പന അനുസരിക്കുമ്പോൾ നമ്മുടെ റിലേഷൻ എവിടം വരെ വന്നിട്ടുള്ളൂ? യജമാനൻ എന്ന നിലയിൽ വരെ മാത്രമൊക്കെ വന്നിട്ടുള്ളൂ. അതിനപ്പുറത്തെ ഇഷ്ടത്തിലേക്ക് കയറുമ്പോൾ ഞാൻ പുത്രനാവുകയാണ്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അത് എന്നിൽ നിർവഹിക്കണമേ. ഒറ്റ വാചകം നമ്മളിത് ചൊല്ലിക്കളഞ്ഞാൽ ചൊല്ലുന്നതിനകത്തുള്ളതല്ല പ്രശ്നം. ഇത് ഒന്ന് ചൊല്ലിയത് കൊണ്ട്, ദിവസം ഒരു പ്രാവശ്യം ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ട് മാത്രം കാര്യം ഉണ്ടാകുന്നില്ല. ഇഷ്ടം അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടം ചെയ്യണമെങ്കിൽ ഇഷ്ടം നമ്മൾ അറിയണം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇഷ്ടം അറിയണം.
അപ്പന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് മക്കൾ അറിയണം. കർത്താവിൻ്റെ കൽപ്പന നമ്മൾ കാണണം, കേൾക്കണം, അറിയണം. അതുപോലെ കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ ഗ്രഹിക്കണം. റിലേഷൻഷിപ്പ് വർദ്ധിച്ചു വരികയാണ്. അവൻ സൃഷ്ടാവാണ്, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ നമ്മുടെ കർത്താവാണ്, അവൻ നമ്മുടെ പിതാവാണ്. ഈ റിലേഷൻ വർദ്ധിച്ചു വരുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത്, പുതിയ നിയമത്തിൽ ദൈവസഭയെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ കാന്തയായിട്ടാണ്. കാന്തനും കാന്തയും തമ്മിലുള്ള ബന്ധം, ഇഷ്ടങ്ങൾ വർദ്ധിക്കുന്നത് ഞാൻ പറയാണ്. സൃഷ്ടാവെന്ന നിലയിൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞു. അതുകൂടാതെ സൃഷ്ടാവെന്ന നിലയിൽ കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ വഴിതെറ്റിപ്പോയെങ്കിൽ നമ്മളെ വീണ്ടെടുക്കുന്ന വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞു. നമ്മുടെ യജമാനൻ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞു. പിതാവെന്ന നിലയിൽ നമ്മൾ അറിഞ്ഞു. എന്നാൽ ആ റിലേഷൻ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, യേശു എൻ്റെ കാന്തനാണ്, എൻ്റെ മണവാളനാണ്, ഞാൻ അവൻ്റെ കാന്തയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കാന്തയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജന്മസാഫല്യം, അവളുടെ ജീവിത സാഫല്യം എന്ന് പറയുന്നത് കാന്തൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ആ ഇഷ്ടങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അത്രയും വലിയ സന്തോഷം ഒരിക്കലും ഒരു ഭാര്യയ്ക്ക്, ഒരു കാന്തയ്ക്ക് ഉണ്ടാകത്തില്ല. ഭർത്താവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതിനപ്പുറത്ത് ഒരു സാഫല്യം, ഒരു സഫലത ഒരു സ്ത്രീയുടെ ജീവിതത്തിലില്ല, ഒരു യുവതിയുടെ ജീവിതത്തിലില്ല. ഭർത്താവിൻ്റെ ഇഷ്ടം. അപ്പോൾ റിലേഷൻ വർദ്ധിക്കുന്നതനുസരിച്ച്, നമ്മുടെ ബന്ധം വർദ്ധിക്കുന്നതനുസരിച്ച് കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ അറിയുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതായ ഒരു കാര്യം. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിലേഷനിൽ നമ്മൾ വർദ്ധിക്കാത്തത് കൊണ്ട് നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് വരുന്നവര്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യേശു നിങ്ങൾക്ക് ആരാണെന്ന് ചോദിച്ചാൽ പറയുന്നതെല്ലാം യേശു നമുക്ക് എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച്. അതും കാൽവറി ക്രൂശിലെ കാര്യമൊന്നുമല്ല പറയുന്നത്. ഞാൻ വീടില്ലാത്തവനായിരുന്നു, 18 വർഷം വാടക വീട്ടിൽ താമസിച്ചു, കർത്താവ് എനിക്കൊരു വീട് തന്നു ബ്രദറെ, ആ കർത്താവായ എൻ്റെ കർത്താവ് എന്നൊക്കെ പറയുന്ന അവസ്ഥ. കാര്യം എന്തെന്നറിയാമോ? ആ ശരിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നിട്ട് അവൻ്റെ ഇഷ്ടം ഗ്രഹിക്കുവാൻ, യേശു എനിക്ക് ചെയ്യുന്ന ചില്ലറ കാര്യങ്ങൾ നമ്മൾ വലുതായി കാണിക്കുന്നു. സ്നേഹമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചറിയുന്നില്ല, തിരിച്ചറിയുന്നില്ല. എൻ്റെ ഇഷ്ടവുമായി ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്, കർത്താവിന്, എൻ്റെ കാന്തന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണ് എന്നുള്ളത് ഞാൻ അറിയാനായിട്ട് പലപ്പോഴും പരിശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഇഷ്ടം എന്ന ഈ സബ്ജക്റ്റ് തന്നെ, അത് കർത്താവിൻ്റെ വചനവുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് നമ്മൾ അറിയണം. അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചില പ്രവൃത്തികൾ മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണല്ലോ ഇപ്പം നടക്കുന്നത്. കർത്താവ് എനിക്ക് കാറ് തന്നു, കർത്താവ് എനിക്ക് വീട് തന്നു, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു, കർത്താവ് എനിക്ക് അത് തന്നു, ഇത് തന്നു. അതിൻ്റെ വലിയൊരു ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികളെ ഞാൻ കാണുന്നു. പക്ഷേ കർത്താവുമായുള്ള ആ ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് ചെന്ന് അവൻ്റെ ഹൃദയം അറിയുന്നതിൽ, അവൻ്റെ ഇഷ്ടം അറിയുന്നതിൽ, അവൻ്റെ മോഹം, എന്നെക്കുറിച്ചുള്ള മോഹം, എൻ്റെ മോഹങ്ങളുമായിട്ട് ഞാൻ അവിടെ ചെന്നു, അതൊക്കെ സാധിച്ചു കിട്ടി, സന്തോഷം. പക്ഷേ എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പലപ്പോഴും തിരക്കുന്നില്ല, അറിയുന്നില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രവൃത്തികൾ കണ്ടുകൊണ്ടിരിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികൾ അതിനെ ഇങ്ങനെ വലുതാക്കി പറഞ്ഞുകൊണ്ടിരിക്കും, റിലേഷൻഷിപ്പിലേക്ക് വരുന്നില്ല. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത് അതാണ്. ഇസ്രായേൽ മക്കൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ കണ്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിൽ അവരെക്കുറിച്ചുണ്ടായിരുന്ന ദൈവത്തിൻ്റെ വഴി എന്താണ് എന്നുള്ളത് അവരറിഞ്ഞില്ലെന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ സങ്കീർത്തനം തന്നെ 103-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതായ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു.